നമസ്കാരം. പ്രധാന വാർത്തകൾ. സാധാരണ കഴിക്കുന്ന മരുന്ന് ഇന്നലെ സുധാകരൻ കഴിച്ചില്ല. അതാണിങ്ങനെ. ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഇ.പി. ജയരാജൻ. താൻ ബി.ജെ.പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുവെന്ന കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. കെ. സുധാകരനെതിരെ രൂക്ഷ പ്രതികരണമാണ് ഇ.പി. ജയരാജൻ നടത്തിയത്. തനിക്ക് ബി.ജെ.പിയിൽ പോകേണ്ട കാര്യമില്ലെന്നും ബി.ജെ.പിയിൽ ചേരാൻ അമിത്ഷായുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തത് സുധാകരനാണെന്നും ജയരാജൻ പറഞ്ഞു. സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ജയരാജൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് സുധാകരൻ സാധാരണ കഴിക്കുന്ന മരുന്ന് ഇന്നലെ കഴിച്ചില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അതിന്റെ തകരാറ് പ്രകടിപ്പിച്ചത്. അതാണ് ഞാൻ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞത്. തനിക്ക് ബി.ജെ.പിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർക്കെതിരെ പൊരുതി വന്നവനാണ് താൻ. അവർ എന്നെ പലതവണ വധിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ദുബായിൽ പോയിട്ട് വർഷങ്ങളായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവാരമില്ലാത്തവർ പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കരുതെന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ കടന്നുപിടിച്ചു. ദൃശ്യങ്ങൾ പുറത്തുവിട്ട യുവതി. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വനിതാ വ്ലോഗറെ പാലക്കാട് സ്വദേശിയായ യുവാവ് ബലമായി ചുംബിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത്. തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച് വിദേശ വനിത തന്നെ വീഡിയോ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത വ്ലോഗർമാർക്കാണ് ഇപ്പോൾ ദുരനുഭവം. നിലവിൽ പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാൽ ചില സംഘടനകൾ പോലീസിന് പരാതി നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമിച്ചയാളുടെ പേരുവിവരങ്ങളടക്കം പോലീസിന് ലഭിച്ചതായാണ് വിവരം. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ്. മാവേലിക്കരയിൽ ചാരായവും വാറ്റുപകരണങ്ങളുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നൂർനാട് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ ചാരായവും വാറ്റുപകരണങ്ങളുമായി 65കാരൻ പിടിയിൽ. മാവേലിക്കര അറുന്നൂറ്റിമംഗലം കോട്ടയ്ക്കാട്ട് വിളയിൽ കാർത്തികേയനെയാണ് പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടിയിട്ടുണ്ട്. നൂർനാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി. ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗ്ലറെന്ന് സ്വപ്ന സുരേഷ്. മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗ്ലർ. അതുകൊണ്ട് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുമെന്നും കേസുമായി മുന്നോട്ടെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിലെ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ ഹാജരായി. ഇന്ന് കോടതി അവധിയാണെങ്കിലും കേസ് പരിഗണിക്കണമെന്ന് കാട്ടി സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത്. കലാശക്കൊട്ടിനിടെ ശൈലജയ്ക്കെതിരെ കാട്ടുകള്ളി മുദ്രാവാക്യം. UDF-നെതിരെ പരാതി നൽകി LDF. അധിക്ഷേപകരമായ മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത്. LDF വടകര മണ്ഡലം സെക്രട്ടറി വത്സൻ പനോളിയാണ് പരാതി നൽകിയത്. വടകര 5 വിളക്കിന് സമീപം നടന്ന കലാശക്കൊട്ടിനിടെയാണ് മുദ്രാവാക്യം വിളിച്ചത്. കോവിഡ് കള്ളി, കാട്ടുകള്ളി എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് അധിക്ഷേപിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് UDF നടത്തിയെന്ന് LDF ആരോപിച്ചു. പൊതുസമൂഹത്തിനിടയിൽ ശക്തമായ എതിർപ്പ് UDF-ന്റെ ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ ഉയർന്നു വരികയാണ് ഉണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു.